ട്രിഗണോമെട്രി എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററായ ട്രിഗണോമെട്രിയിൽ നിന്നും 2 ചോദ്യങ്ങൾ, രണ്ടും റിയലായിട്ട് എൻട്രൻസ് ചോദ്യങ്ങളാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള സൂപ്പർ ചോദ്യങ്ങൾ. ഇനി ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു എൻട്രൻസിനും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സുകളിൽ ഒരെണ്ണമാണ് ട്രിഗണോമെട്രി. മറ്റുള്ള ചില ചാപ്റ്റേഴ്സിനെ നോക്കുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. ഇപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ വരുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ കുറച്ചേ കാണത്തുള്ളൂ ക്വസ്റ്റ്യൻസുകൾ. പക്ഷേ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഏത് എൻട്രൻസിനും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ചാപ്റ്ററാണ്. ഇതിനെ നിങ്ങൾ പക്ഷേ ഒരു ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ സാധാരണ ലാസ്റ്റ് ഓപ്ഷനായിട്ടായിരിക്കും, കാരണം പഠിച്ചില്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ കൂടെ വിടും. പക്ഷേ എൻട്രൻസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവനെ പഠിക്കാതെ പോയിട്ട് ഒരു കാര്യവുമില്ല. പല ചാപ്റ്റേഴ്സിനുള്ളിലും പല ക്വസ്റ്റ്യൻസുകളും ട്രിഗണോമെട്രി യൂസ് ചെയ്തേണ്ടി വരും, നേരിട്ട് ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻസും വരും. അതുകൊണ്ട് ഇവനെ മാക്സിമം നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകളെ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തോണം. അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇതേപോലത്തെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടാൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ട് തരും. പിന്നെ മാത്സിൻ്റെ നമ്മളൊരു എക്സ്ട്രാ PDF നോട്ട് തരുന്നുണ്ട്. ക്വസ്റ്റ്യനും ആൻസറോടുള്ള സോൾവഡ് ആയിട്ടുള്ള ഏകദേശം 750 ക്വസ്റ്റ്യൻസ് അടങ്ങുന്നൊരു PDF തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ടൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഒരു എക്സാമിന് പോകാൻ പറ്റുന്ന രീതിക്കുള്ള പ്രിപ്പയർഡ് ആക്കി വിടും. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. sin x = 1/√5 cos y = 3/√10 then x + y. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് പ്രോബ്ലമാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സാമിന് വരുന്ന എൻട്രൻസ് പ്രോബ്ലമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, sin x-ഉം cos y-യും തന്നിട്ട് x + y ആരാണെന്നാണ് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് x + y വേണ്ടത് കൊണ്ട് x + y അടങ്ങുന്ന ഒരു ഫോർമുല അങ്ങ് തുടങ്ങണം. sin of x + y അല്ലെങ്കിൽ cos of x + y, tan of x + y പറ്റും, പക്ഷെ അത്രയും ദൂരം പോകണ്ട. ഓക്കെ, അപ്പോൾ sin of x + y, പക്ഷേ sin of x + y, sin of a + b ഒക്കെ പഠിച്ചിട്ടില്ല. അത് തന്നെ എന്തായിരുന്നു sin of x + y? sin x cos y plus cos x into sin y, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേർക്കും വാല്യൂസ് കൊടുക്കണം. sin x ഉണ്ട്, cos y ഉണ്ട്, പക്ഷേ cos x ഇല്ല, sin y ഇല്ല, രണ്ടും കണ്ടുപിടിക്കണം. sin x ഉണ്ടെങ്കിൽ നമുക്ക് cos x-നെ കണ്ടുപിടിക്കാം. ഇവിടെ sin x ഉണ്ട്, അങ്ങനെയാണെങ്കിൽ cos x-നെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല √1 - sin² x എന്നാണ്. ദാറ്റ് ഈസ് √1 - sin x 1/√5 ആണെങ്കിൽ sin² x എന്ന് പറഞ്ഞാൽ 1/√5² becomes 1/5. ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ 4/5, റൂട്ട് എടുത്താൽ 2/√5. ഓക്കെ, അങ്ങനെ cos x കിട്ടി. അപ്പോൾ sin x നിന്നും cos x കിട്ടിയതുപോലെ cos y നിന്നും നമുക്ക് ആരെ കണ്ടുപിടിക്കാം? sin y കണ്ടുപിടിക്കാം. സിമിലർ പ്രോബ്ലം തന്നെ, റിസൾട്ട് തന്നെ sin y. √1 - cos² y, cos y 3/√10. അപ്പോൾ cos² y 3/√10² എന്ന് പറയുമ്പോൾ 9/10 എന്ന് വരും. ഓക്കെ, അവിടെ നിങ്ങൾ LCM എടുക്കുമ്പോൾ 10 - 9/10 ആൻസർ √1/10 വരും. ആൻസർ 1/√10 എന്ന് വരും കേട്ടോ. ഓക്കെ, 1/√10. അപ്പോൾ എല്ലാം കിട്ടി, എല്ലാത്തിൻ്റെ വാല്യൂസ് ഉണ്ട്. 2 പേരെ അവർ തന്നു, 2 പേരെ നമ്മൾ കണ്ടുപിടിച്ചു, അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു sin x എത്രയാണ്? 1/√5, cos y 3/√10 പ്ലസ് നെക്സ്റ്റ് cos x എത്രയാണ്? 2/√5 ഇൻറ്റു sin y നമുക്ക് കിട്ടിയത് 1/√10. ആൻസർ വരുമ്പോൾ 3/3, 1 × 3 3, 2 × 1 1, 2. ആൻസർ വരുമ്പോൾ 5/√5 ഇൻറ്റു √10 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം 5/√5 ഇൻറ്റു √10. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5ഉം √5 നമ്മൾ കട്ട് ചെയ്താൽ മണ്ടയ്ക്കൊരു √5 വരും കേട്ടോ. ഇത് വെറും 5, ഇത് √5, ഇത് നമ്മൾ കട്ട് ചെയ്താൽ വെറും 5 ഉള്ളിടത്ത് ഒരു √5 ആവും. കാരണം ഈ വെറും 5 എന്ന് പറഞ്ഞാൽ 2 √5ൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു √5 വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി √5, ബാക്കി ഇവിടെ ആരുണ്ട്? ഒരു √10 ഉണ്ട്. രണ്ടൂടെ കട്ട് ചെയ്യുമ്പോൾ 1/2 വരും കേട്ടോ. √5/√10, √5/10, √1/2. √1/2 എന്ന് പറഞ്ഞാൽ 1/√2. 1/√2 നിങ്ങൾ പരിചിതമായിട്ടുള്ളതാണ് നമ്മുടെ ടേബിളിൽ. sin of x + y 1/√2 വരണമെന്നുണ്ടെങ്കിൽ x + yയുടെ പ്ലേസിൽ ഏത് ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ദാറ്റ് ഈസ് ഹിയർ π/4. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. If cos A equal to 3/4, then the value of sin A/2 into sin of 3A/2.
ഇതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം അത്ര എളുപ്പമൊന്നും അല്ലായിരിക്കും അല്ലേ? ശരിയാണ്, എളുപ്പമല്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളതിനെ ചെയ്ത് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇവിടെ നോക്കിക്ക് sin a/2 sin 3a/2 ഇതിൻ്റെ വാല്യൂവിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം. sin x ഇൻറ്റു sin y ഫോം ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. sin x ഇൻറ്റു sin, രണ്ട് സൈനുകളുടെ പ്രോഡക്റ്റ് വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ സൈനിലാണ്, പക്ഷേ തന്നേക്കുന്ന വാല്യൂ കോസിൻ്റേതാണ് കേട്ടോ. അപ്പോൾ കോസിലോട്ട് ഇയാളെ മാറ്റിയെങ്കിലേ കോസ് എയിലോട്ട് മാറ്റിയെങ്കിലേ കോസ് എയ്ക്കെല്ലാം 3/4 എന്ന് കൊടുത്ത് ആൻസർ ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ കോസിലോട്ട് മാറണം. അപ്പോൾ sin x sin y എന്ന് രണ്ട് ടേംസ് ഒരുമിച്ച് വന്നാൽ ദാറ്റ് ക്യാൻ ബി 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കിക്കേ 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇയാളെ വേണമെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം, ഇയാളെ വൈ എന്ന് എടുക്കുമ്പോൾ a/2 പ്ലസ് 3a/2 എന്ന് ബ്രാക്കറ്റ് വരും കേട്ടോ. a/2 പ്ലസ് 3a/2 പ്ലസ് കോസ് ഓഫ് a/2 മൈനസ് 3a/2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് a/2 3a/2 4a/2 എന്ന് വരും. 4a/2 4a/2 എത്ര? 2a. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് കോസ് ഓഫ് 2a. നെക്സ്റ്റ് a/2 മൈനസ് 3a/2 a/2 മൈനസ് 3a/2 എന്ന് പറയുമ്പോൾ മൈനസ് 2a/2 2 ആയിട്ട് മൈനസ് എ വരും. ഇതിനുള്ളിൽ മൈനസ് എ വരും. a/2 മൈനസ് 3a/2 എന്ന് പറഞ്ഞാൽ മൈനസ് എ എന്നാണ് വരുന്നത്. കോസിനുള്ളിൽ മൈനസ് എ വന്നിട്ട് കാര്യമില്ല, അത് കോസ് എന്ന് തന്നെയാണ്. അപ്പോൾ പ്ലസ് കോസ് എ എന്നായി. ഓക്കെ, ഇത്രയൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടി. ഇങ്ങോട്ട് എഴുതാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് 2a പ്ലസ് കോസ് ഓഫ് എ എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇയാൾക്ക് വാല്യൂ കൊടുക്കാൻ ഇവിടെ ഒരാളാണ് ഇല്ലേ, പിന്നെ കോസ് 2a. പിന്നെ ഈ കോസ് 2a നമ്മൾ മാറ്റണം. കോസ് 2aക്ക് പല വാല്യൂസ് ഉണ്ട് മോനെ. കോസ് 2യുടെ വാല്യൂ സൈനിലുണ്ട്, കോസ് 2യുടെ കോസിലുണ്ട്, കോസ് 2യുടെ സൈനിലും കോസിലുണ്ട്, കോസ് 2യുടെ വാല്യൂ ടാനിലുണ്ട്. ഇവിടെ നമ്മൾ കോസ് 2യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് കോസ് ഉള്ളേ അത് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, കാരണം കോസിലാണ് വാല്യൂ ഉള്ളത്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് 2a. കോസ് ഓഫ് 2യുടെ വാല്യൂ ഇതാണ് 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ഇതാണ് കോസ് 2യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് കോസിലുള്ളത് കേട്ടോ. പ്ലസ് ആരാണ്? കോസ് എ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൈനസ് ആയി തുടങ്ങുമ്പോൾ മൈനസ് 2 കോസ് സ്ക്വയർ എ മൈനസ് മൈനസ് പ്ലസ് 1 പ്ലസ് കോസ് എ. ഓക്കെ, എല്ലാം ഇപ്പോൾ കോസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് 3/4 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു കോസ് സ്ക്വയർ എ. കോസ് എ 3/4 ആണെങ്കിൽ കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/16 എന്ന് വരും. ഓക്കെ, പ്ലസ് 1 പ്ലസ് കോസ് എ ആരാണ്? 3/4. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൈനസ് 18/60. വേണമെങ്കിൽ കട്ട് ചെയ്ത് 8 ആക്കും കേട്ടോ. ആൻസർ മൈനസ് 9/8 എന്നാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് 1 പ്ലസ് 3/4 4 ആൻസർ വരുമ്പോൾ 7/4 എന്ന് വരും കേട്ടോ. 4 ഇൻറ്റു 1 4 പ്ലസ് 3 7/4. ദാറ്റ് ഈസ് ആൻസർ എഴുതുമ്പോൾ 1/2 ഇൻറ്റു ഇതിനെ കൂടെ ഞാനങ്ങ് സെയിം ആക്കുവാണെങ്കിൽ മൈനസ് 9/8 പ്ലസ് 14/8 എന്നാക്കി കേട്ടോ. ഡിനോട്ടിനെ സെയിം ആക്കി. ഇവിടെ 4 ഉള്ളായിരുന്നു, ഞാൻ 8 ആക്കുമ്പോൾ താഴെ മണ്ടയ്ക്കും ഡബിൾ ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 14 5/8 എന്ന് വരും കേട്ടോ. സിമ്പിളിഫൈ ചെയ്യുമ്പോൾ 5/16 ഇസ് ദ റൈറ്റ് ആൻസർ. 5/16 രണ്ടാമതുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതൊക്കെ മാക്സിമം സ്പീഡിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആകെയുള്ള പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം സ്പീഡ് അത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലംസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു പ്രയോജനപ്പെടുന്നൊരു ക്ലാസ്സാണെന്ന് തോന്നിയാൽ മാക്സിമം നിങ്ങളുടെ കുട്ടികൾക്ക് മീൻസ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ളവരോട് എത്തുമ്പോൾ ഇത് പ്രയോജനമായിട്ട് മാറുകയും ചെയ്യും. ഗുഡ് ബൈ.